ബംഗ്ലാദേശിനെ കറുത്ത ദിനങ്ങളിലേക്ക് തള്ളിവിട്ടത് വിദ്യാർത്ഥി നേതാവും ഇൻകുലാബ് മഞ്ചയുടെ വക്താവുമായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണമായിരുന്നു. ഹാദിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് തിരയുന്ന കുറ്റവാളിയും ഹാദി വധക്കേസിലെ മുഖ്യപ്രതിയുമായ ഫൈസൽ കരീം മസൂദ് ദുബായിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഫൈസൽ കരീം മസൂദ് നിലവിൽ UAE-യിലാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളും വീഡിയോ പ്രസ്താവനയും ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഇതോടെ പ്രതി ഇന്ത്യയിലേക്ക് കടന്നുവെന്ന ബംഗ്ലാദേശിന്റെ വാദങ്ങൾ പൊളിഞ്ഞു. ഈ വീഡിയോയിലൂടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച മസൂദ് കൊലപാതകത്തിന് പിന്നിൽ ഈ സംഘടനയാകാമെന്നും ആരോപിച്ചു. ഞാൻ ഹാദിയെ കൊന്നിട്ടില്ല, ഞാനും എന്റെ കുടുംബവും രാഷ്ട്രീയ വേട്ടയാടലിന് ഇരയാവുകയാണ്. ഈ വേട്ടയാടലിൽ നിന്ന് രക്ഷപ്പെടാനാണ് ദുബായിലേക്ക് വന്നത്. മസൂദ് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞതിങ്ങനെയാണ്: ഇന്ത്യയിൽ അഭയം തേടിയെന്ന റിപ്പോർട്ടുകൾ മസൂദ് നിഷേധിക്കുകയും ചെയ്തു. തന്റെ IT സ്ഥാപനത്തിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഹാദിയെ പരിചയപ്പെട്ടതെന്നും സർക്കാർ കരാറുകൾ വാഗ്ദാനം ചെയ്ത ഹാദിക്ക് താൻ രാഷ്ട്രീയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും മസൂദ് സമ്മതിച്ചു. മസൂദിന്റെ UAE വിസ രേഖകളും പുറത്തുവിട്ടു. 2022 ഡിസംബറിൽ തുകയടച്ച 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയിലാണ് ഇയാൾ ഇപ്പോൾ ദുബായിലുള്ളത്. ബംഗ്ലാദേശ് തിരയുന്ന പ്രതി ദുബായിലുണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെ കേസ് കൂടുതൽ സങ്കീർണമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ അക്രമ സാഹചര്യമാണ് നിലനിന്നിരുന്നത്. ഹാദിയുടെ മരണവാർത്ത പുറത്തുവന്നതിന് പിന്നാലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളും ഉണ്ടായി. മൈമൻസിംഗ് ജില്ലയിലെ ഒരു ഹിന്ദു പൗരൻ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഫാലുക ഉപസിലയിലെ ദുബാലിയ പാറയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വസ്ത്രനിർമ്മാണശാലയിലെ തൊഴിലാളിയായ ദീപുചന്ദ്ര ദാസാണ് കൊല്ലപ്പെട്ടത്. മതനിന്ദ ആരോപിച്ചായിരുന്നു ആക്രമണമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ജൂലൈ ചാർട്ടർ ജനഹിത പരിശോധനയും സാധാരണ രാഷ്ട്രീയ നടപടികളല്ലെന്നും ഹാദി സ്വപ്നം കണ്ട രാജ്യത്തിനായുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിരുന്നു. പ്രതിഷേധങ്ങളുടെ ഭാഗമായി മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. പ്രഥമാലോ, ഡെയിലി സ്റ്റാർ, ന്യൂ ഏജ് എന്നീ പ്രമുഖ ദിനപത്രങ്ങളുടെ ഓഫീസുകൾ പ്രതിഷേധക്കാർ തകർത്തു. മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങൾ സത്യത്തിന് മേൽ നടക്കുന്ന ആക്രമണങ്ങളാണെന്ന് സർക്കാരിന് പറയേണ്ടതായി പോലും വന്നു. ഡെയിലി സ്റ്റാറിന്റെ ഓഫീസിൽ കുടുങ്ങിയ മാധ്യമപ്രവർത്തകരെ അഗ്നിശമന സേനയാണ് രക്ഷപ്പെടുത്തിയത്. സൈന്യത്തെ സുരക്ഷയ്ക്കായി വിന്യസിക്കുകയും ചെയ്തു. കാവറൻ ബസാർ ഓഫീസിലുണ്ടായ ആക്രമണത്തിൽ കുടുങ്ങിയ 25 മാധ്യമപ്രവർത്തകരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. രാജ്ഷാഹിയിൽ അവാമി ലീഗിന്റെ ഓഫീസിനും തീ കൊളുത്തിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്ത്യയുടെ നയതന്ത്ര ഓഫീസിനു പുറത്ത് പ്രതിഷേധങ്ങൾ നടന്നതായും വിവരമുണ്ട്. ഹാദിയുടെ കൊലപാതകത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ സർക്കാരിനും സുരക്ഷാ ഏജൻസികൾക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. കൊലപാതകത്തിന് ശേഷം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഉസ്മാൻ ഹാദി ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവും ഇന്ത്യയും അവാമി ലീഗിനെയും ശക്തമായി വിമർശിച്ച ആളുമായിരുന്നു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള തെരുവ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ഒരാളായിരുന്നു ഹാദി. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പതനത്തിലേക്ക് പോലും ഹാദിയുടെ പ്രവർത്തനങ്ങൾ നയിച്ചിരുന്നു. പ്രക്ഷോഭത്തെ തുടർന്ന് ഹാദി ഇൻകുലാബ് മഞ്ച എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ആരംഭിക്കുകയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. ഡിസംബർ 12-ന് ധാക്കയിൽ വെച്ച് മുഖംമൂടി ധരിച്ചെത്തിയ തോക്കുധാരികൾ ഹാദിയുടെ തലയ്ക്ക് നിറയൊഴിച്ചു. പിന്നീട് അദ്ദേഹത്തെ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി. 6 ദിവസത്തിനു ശേഷം ഹാദി മരണത്തിന് കീഴടങ്ങി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.